so yummy. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൈഹാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആലു പൊറാട്ടയാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മാവൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ആട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഏത് കപ്പിലാണ് മൈദ എടുക്കുന്നത് എന്ന് വെച്ചാൽ ആ കപ്പിൽ തന്നെയാണ് ആട്ട എടുക്കുന്നത്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തൊന്ന് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് 1/2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 4 പൊട്ടാറ്റോ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ മല്ലിയില, 1 പച്ചമുളക്, അതേപോലെ 1 വെല്ലുള്ളി സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. എനിക്കിവിടെ 12 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് എല്ലാ പത്തിരിയും ഒന്ന് പരത്തിയെടുക്കാം. നമുക്കൊരു പത്തിരിയുടെ മേലെ നമ്മുടെ ഫില്ലിങ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മേലെ നമുക്ക് വേറൊരു പത്തിരി വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്യാം. ഇതുപോലെ നമുക്ക് എല്ലാ പത്തിരിയും ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാം. നമുക്ക് ഓരോ പൊറാട്ടയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു തവ എടുത്തിട്ടൊന്ന് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ പൊറാട്ട അതിന് മേലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മേലെ നമുക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ സൈഡിലൊക്കെ ചെറിയതായിട്ടൊരു ബബിൾസ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം.
ഇത് നല്ലപോലെ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ആലു പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിലേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കുള്ളൂ. അതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.